ഒരു കഴുതയ്ക്ക് നമ്മൾ ആവശ്യമില്ലാത്തൊരു പ്രാധാന്യം കൊടുക്കണം. ഭയങ്കരമായ അറ്റൻഷൻ നമ്മൾ കൊടുക്കുക. എല്ലാവരും വളഞ്ഞു കൈയടിക്കുന്നു, അത്യാവശ്യത്തിലേറെ പുകഴ്ത്തുന്നു, അവരങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, കഴുത ഇങ്ങനെയാണ്. നമ്മൾ കഴുതയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നു. കഴുതയുടെ ചുറ്റും ആൾക്കാർ നിന്ന് കൈകൊട്ടുന്നു. കഴുത വിചാരിക്കുന്നത് സിംഹമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ആ ആളില് നിങ്ങൾ ഒരുപാട് അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, വിധേയനാകുന്ന അല്ലെങ്കിൽ വിധേയയാകുന്ന ആ ഒരാൾ സാധ്യത അത്രയും മാത്രം അർഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളിലോ അതല്ലെങ്കിൽ ജീവിതത്തിലോ, ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിലോ ഏറെ പ്രധാനമായിട്ട് നിങ്ങളുടെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങൾ മെന്ററായിട്ട് കാണുന്ന ആൾ അല്ലെങ്കിൽ ആ നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു പൊസിഷനിൽ നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്നത് അത്രമേൽ അർഹതപ്പെട്ടയാളാണോ എന്ന് വിലയിരുത്തേണ്ടതിന്റെ സമയം. രണ്ടാമത്, നമ്മൾ എപ്പോഴും കരുതും ഒരു പാറ പൊട്ടിക്കുകയാണെന്ന് കരുതുക. നമ്മളൊരു പാറ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ചുറ്റിക എടുത്ത് അതിനകത്ത് അടി പാറ പൊട്ടി ഇല്ലേ? ഒരു പാറയിലേക്ക് വീഴുന്ന ചുറ്റികളിന്റെ ഏറ്റവും ഒടുവിലത്തെ അടിയാണ് അതിനെ തരിപ്പണമാക്കി കളയുന്നത്. വിജയിച്ചു. പക്ഷെ മറന്നു പോകുന്നത് ആ അവസാന അടിക്ക് മുൻപായി നിരവധി തവണ എടുത്ത അടികളാണ്, എഫേർട്ടുകൾ. എപ്പോഴും നമ്മൾ ആ ലാസ്റ്റ് മൊമെന്റിനെ മാത്രമല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അർഹതപ്പെട്ടതിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ബീയിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നതിനെ ഒരു കുറവായിട്ട് കാണരുത്. ഒരു ഭയങ്കര സ്പെഷ്യൽ ഫീലാണ്, നിങ്ങളുടെ കഴിവായിട്ട് കാണുന്നത്. അവരെ പോലെ ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അങ്ങനെ പറ്റാത്ത വളരെ റെയറായ ചിന്തകളുള്ള, വളരെ മനോഹരമായ ചിന്തകളുള്ള ആളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക.